ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരീരത്തിലെ പല പോഷകങ്ങളുടെയും കുറവിന് സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ട ആവശ്യം വരില്ല. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഹീമോഗ്ലോബിൻ. രക്തത്തിലൂടെ ഓക്സിജൻ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലം ക്ഷീണം, വിശപ്പില്ലായ്മ, ബലഹീനത, നെഞ്ചുവേദന, ശ്വാസതടസ്സം എന്നീ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പൊതുവെ സ്ത്രീകളും കുട്ടികളുമാണ് അയണിൻ്റെ കുറവ് മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെയും ചുവന്ന രക്താണുക്കളുടെയും കുറവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ, അല്ലെങ്കിൽ രക്തക്കുറവ്, അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്ന അസുഖം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നതിന് അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ ഈയൊരു കോമ്പിനേഷനിൽ കഴിക്കുകയാണെങ്കിൽ നേച്ചുറലായി തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കൂട്ടാവുന്നതാണ്. അതിനാൽ ആ ഭക്ഷണങ്ങൾ ഏതൊക്കെ രീതിയിലാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. 1. ചീരയും ലെമണും. പോഷകസമൃദ്ധമായ ഇലക്കറിയാണ് ചീര. ഇതിൽ അയണും ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിരിക്കുന്നതിനാൽ നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. രക്തക്കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതിനാൽ അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ചീര കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അയണിൻ്റെ ആഗിരണത്തിന് അത്യാവശ്യമായ പോഷകമാണ് വൈറ്റമിൻ സി. ഈ വൈറ്റമിൻ സി ധാരാളമായി കാണപ്പെടുന്നത് ചെറുനാരങ്ങയിലാണ്. അതിനാൽ ശരിയായ അയൺ അബ്സോർപ്ഷൻ നടക്കാനായി വേവിച്ച ചീരയിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള അയൺ അബ്സോർപ്ഷൻ നടക്കുകയും ഹീമോഗ്ലോബിൻ അളവ് കൂടുകയും ചെയ്യും. അതിനാൽ ഈ പറഞ്ഞ രീതിയിൽ കഴിക്കാം. 2. ബീട്രൂട്ടും ഓറഞ്ചും. അയൺ, ഫോളിക് ആസിഡ്, പൊട്ടാസ്യം, ഫൈബർ തുടങ്ങിയ പോഷകങ്ങൾ ബീട്രൂട്ടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്താൻ ബീട്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അയൺ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ നല്ലൊരു ഫ്രൂട്ടാണ് ഓറഞ്ച്. ഓറഞ്ച് അയണിൻ്റെ ആഗിരണം നല്ല രീതിയിൽ നടക്കാനും സഹായിക്കും. അതുകൊണ്ട് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നതിന് ബീട്രൂട്ടും ഓറഞ്ചും ഒരുമിച്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ഇത് അനീമിയ മൂലം അനുഭവിക്കുന്ന മറ്റു പ്രയാസങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ രക്തം കൂടുന്നതിനും സഹായിക്കും. 3. നെല്ലിക്കയും ശർക്കരയും. നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളമായി കാണപ്പെടുന്നു. ഈ വൈറ്റമിൻ സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നതിന് സഹായിക്കും. കൂടാതെ നെല്ലിക്കയിൽ ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിരിക്കുന്നു. നെല്ലിക്കയിലെ ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ അയണിൻ്റെ നാച്ചുറൽ സോഴ്സാണ് ശർക്കര. അയണും ഫോളേറ്റും ശർക്കരയിൽ അടങ്ങിയിരിക്കുന്നു. ഈ 2 പോഷകങ്ങളും ഹീമോഗ്ലോബിൻ കൂടാൻ സഹായിക്കുന്ന പോഷകങ്ങളാണ്. കൂടാതെ ഈ പോഷകങ്ങളെല്ലാം നല്ല ഡൈജഷനും എനർജി ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും. അയൺ ലഭിക്കാനായി നെല്ലിക്ക ജ്യൂസിൽ ശർക്കര ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർത്ത നെല്ലിക്ക ക്യാൻഡി തയ്യാറാക്കി കഴിക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അയൺ ലഭിക്കാനായി ശർക്കരയും നെല്ലിക്കയും കഴിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് അയൺ ലഭിക്കാനായി ചീരയിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കഴിക്കുക, ബീട്രൂട്ടും ഓറഞ്ചും കൂടെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുക, ശർക്കരയും നെല്ലിക്കയും കഴിക്കുക. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നാച്ചുറലായി തന്നെ നമ്മുടെ ശരീരത്തിൽ അയൺ കൂടാനായി തുടങ്ങും. അയണിൻ്റെ കുറവുള്ളവർ ഈ രീതിയിലുള്ള ഫുഡ് കോമ്പിനേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്